بسم الله الرحمن الرحيم. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1456 ദിവസത്തിലേക്ക് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുന്ന വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഞാൻ വീണ്ടും നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ പ്രാഥമികമായ അർത്ഥതലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. എന്റെ വിശദമായ കാര്യങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സ്വല്പം സമയമെടുത്തുകൊണ്ടാണെങ്കിലും ഉൾക്കൊള്ളുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ചുറ്റുപാടിലൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് ഇസ്ലാം വിമർശനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി കാണിക്കുന്ന വിധത്തിലുള്ള സംസാരവും ആക്ഷേപങ്ങളും അതുപോലെ ചെളിവാരി എറിയലും ഒക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന, അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതൊക്കെയും വളരെ കൂടുതലായിട്ട് പ്രതിപാദിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഒരു പ്രത്യേക താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ അല്ലാഹു ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. സത്യനിഷേധികളെയോ കപടവിശ്വാസികളെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സത്യവിശ്വാസികളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമോ ആശങ്കകളോ അല്ലെങ്കിൽ മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരിയായ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ് എന്നത് ശരിയായ അടിത്തറയിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അതിന്റെ ചില സൂചന ഈ ആയത്തിൽ തന്നെ അള്ളാഹു നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി ഈ കാര്യങ്ങൾ ഇവിടെ ഇത്രയും വിശദമായിട്ട് പ്രതിപാദിക്കുന്നു എന്നാണ്.
നമ്മള് സൂറത്തുൽ അഹ്സാബിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിൽ കൊണ്ടുവന്നതാണ്. സൈനബ് റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിവാഹം ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹു തന്നെ നേരിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം. ആ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ആയത്തിലെ മുഖ്യ വിഷയങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്നത്, പ്രതിപാദിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന് ഈ സൈനബ് റളിയല്ലാഹു അൻഹയെ പത്നിയായിട്ട് സ്വീകരിക്കുന്ന ഘട്ടത്തില് 4 പത്നിമാര് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ സൂറത്തുൻ നിസായില് 4-ലേറെ പത്നിമാരെ വിവാഹം ചെയ്യുക എന്നത്, 4-ലേറെ പേരെ വിവാഹം ചെയ്യുക എന്നത് പാടുള്ളതല്ല എന്ന നിലക്കുള്ള സൂചന വ്യക്തമായിട്ടും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി 4 പത്നിമാരെ മാത്രമേ സ്വീകരിക്കാവൂ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ നിഷ്കർഷമായ ഒരു നിയമമാണ്. അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിപരമായ കാര്യത്തില് അള്ളാഹു നേരിട്ട് വിവാഹം ചെയ്തു കൊടുത്തതായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു 5-ാമത്തെ പത്നിയുടെ വിഷയം ഉദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാവുകയാണ്. എന്താ ഇപ്പോ 4 വിവാഹം മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് ഇപ്പോ അള്ളാഹുവിന്റെ ദൂതൻ തന്നെ 5-മതൊരു സ്ത്രീയെ പത്നിയായി സ്വീകരിച്ചിരിക്കുകയാണല്ലോ എന്നത് അവർക്കിടയിൽ ഒരു വിഷയമായി മാറുകയാണ്. അതുപോലെ വേറെയും ചില വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഞാൻ ഈ ആയത്തിന്റെ സാരം വളരെ ബ്രീഫായിട്ട് ഒന്ന് സൂചിപ്പിച്ചതിന് ശേഷം ഈ വിശദാംശങ്ങളിലേക്ക് വീണ്ടും വരാം. യാ അയ്യുഹൻ നബിയു, അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹു ആ നിലക്ക് എന്നെ അഭിസംബോധന ചെയ്യുകയാണ്, പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട്. പിന്നെ അഹ്ലൽനാലക, നിശ്ചയമായിട്ടും നാം താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു, അസുവാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന, താങ്കൾ വിവാഹമൂല്യം നൽകിക്കൊണ്ട് സ്വീകരിച്ച താങ്കളുടെ പത്നിമാരെ എന്ന് പറഞ്ഞാൽ സൈനബ് റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന 5 ഭാര്യമാര്, അവരെയൊക്കെയും തന്നെ താങ്കൾക്ക് നാം ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആർക്കും ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഒന്നും വേണ്ടതില്ല. അതാണ് അതിന്റെ സൂചന. വമാ മലക്കത്ത് യമീനുക, അതിനു പുറമെ താങ്കളുടെ വലതു കൈ ഉടമപ്പെടുത്തിയവരെ മിമ്മ അഫാ അല്ലാഹു അലൈക, താങ്കൾക്കായി അള്ളാഹു നൽകിയിട്ടുള്ള, താങ്കളുടെ അധീനതയിൽ കൊണ്ടുവന്നിട്ടുള്ള, താങ്കളുടെ വലതു കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ, അവരെയും താങ്കൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു. പിന്നെ വബനാത്തി അമ്മിക വബനാത്തി അമ്മാത്തിക വബനാത്തി ഖാലിക വബനാത്തി ഖാലാത്തിക, താങ്കളുടെ പിതൃ സഹോദര സഹോദരിമാരുടെ പുത്രിമാര്, അതുപോലെ മാതൃ സഹോദര സഹോദരിമാരുടെ പുത്രിമാര്, അല്ലാത്തി ഹാജർണമാക്ക, താങ്കളോടൊപ്പം അല്ലെങ്കിൽ താങ്കളുടെ മാർഗത്തിൽ ഹിജ്റ ചെയ്തിട്ടുള്ള, പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അവരെ താങ്കൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു പറഞ്ഞാൽ അവരെ താങ്കൾക്ക് പത്നിമാരായിട്ട് സ്വീകരിക്കാവുന്നതാണ്. വംറഅതൻ മുഅ്മിനതൻ ഇം വഹബത് നഫ്സഹാ ലിന്നബി, ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീ സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമർപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ താങ്കളുടെ പത്നിയായിട്ട് ജീവിക്കാം, ഞാൻ എന്നെ തന്നെ താങ്കൾക്ക് സമർപ്പിക്കുകയാണ്, എനിക്ക് വിശേഷിച്ച് വിവാഹമൂല്യമോ മറ്റോ തന്നുകൊണ്ട് സ്വീകരിക്കണം എന്നില്ല, എന്നെ പത്നിയായി സ്വീകരിച്ചാൽ മതി. ഇതാണ് അതിന്റെ സൂചന. ഇസ്ലാമില് വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് വരൻ നിർബന്ധമായിട്ടും ഒരു വിവാഹമൂല്യം നൽകേണ്ടതുണ്ട്. അതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അജ്ർ എന്നാണ്. ഉജൂറഹുന്ന എന്ന്, ഉജൂർ എന്നുള്ളത് അതിന്റെ ബഹുവചനാണ്. ഉജൂർ എന്നത് ഭാഷയില് പ്രതിഫലം എന്നോ
അല്ലെങ്കിൽ സമ്മാനം എന്നോ പാരിതോഷികം എന്നൊക്കെയുള്ള പല തലത്തിലും മനസ്സിലാക്കാവുന്ന ഒരു പദമാണ്. ബേസിക് മീനിങ് റിവാർഡ് എന്നാണ്. അപ്പോ ഈ റിവാർഡ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിവാഹമൂല്യമായിട്ടൊരു വിലപിടിപ്പുള്ള വല്ലതും നൽകിക്കൊണ്ട് വേണം ഒരു സ്ത്രീയെ പത്നിയായിട്ട് സ്വീകരിക്കാൻ. അത് ഇസ്ലാം വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. ഇവിടെ അങ്ങനെ അല്ലാതെ വിവാഹമൂല്യമൊന്നും തരേണ്ട, എനിക്ക് താങ്കളുടെ പത്നിയായി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹ, അവരെ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പത്നിയായിട്ട് നിക്കാഹ് ചെയ്ത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയമാണ്. ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഈ ഇളവ് താങ്കൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികൾക്ക് ഇത് ബാധകമല്ല എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. എന്നിട്ട് ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാജിഹിം, നമുക്കറിയാം അവരുടെ കാര്യത്തില് അവരുടെ പത്നിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകളും നിയമങ്ങളും അതുപോലെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, നാം അവർക്കായി ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാണ് അള്ളാഹു ഒരു ഊന്നലിന് വേണ്ടി പറയുന്നത്. വിശ്വാസികൾ പത്നിമാരെ സ്വീകരിക്കുമ്പോൾ, ഇണകളെ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും പാലിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് അറിയുന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹു അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എന്നാണ് സൂചന. അള്ളാഹു അവന്റെ പ്രവാചകൻ ഒക്കെ ഇത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയം ഇവിടെ ആവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു ശൈലിയാണിത്. അതുകൊണ്ട് ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാജിഹിം, അവരുടെ പത്നിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നാം നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാലോ എന്നാണ് ഒരു ഇടവാചകം എന്ന നിലക്ക് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിനി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ താങ്കൾക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നബിക്ക് വേണമെങ്കിൽ അവരെ പത്നിയായിട്ട് സ്വീകരിക്കാം, മഹർ കൊടുക്കാതെ തന്നെ സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ കൊടുക്കാതെ ആരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു സ്ത്രീ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ മഹർ കൊടുക്കാതെ അവരെ പത്നിയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു മഹർ കൊടുത്തിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ചരിത്രം വ്യക്താക്കുന്നുണ്ട്. നമുക്കതിനെ അതിന്റെ വിശദാംശങ്ങൾ കാണാം. അപ്പോ ഒമാ മലക്കത്ത് ഐമാനുഹും, അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിലും നാം അവർക്കായി നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ എന്നാണ് അള്ളാഹു ചേർത്ത് പറയുന്നത്. അപ്പോ എന്നിട്ട് പറയുന്നത് ലി കൈല യകൂന അലൈക ഹറജുൻ, ഈ അനുവാദം അള്ളാഹു നൽകിയിരിക്കുന്നത്, ഈ ഇളവ് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലി കൈല യകൂന അലൈക ഹറജുൻ, താങ്കൾക്കൊരു പ്രയാസവും ഇക്കാര്യത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ അനുവാദം നൽകിയിട്ടുള്ളത്. താങ്കൾ വിവാഹത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ള താങ്കളുടെ പത്നിമാരും അതുപോലെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട വേറെ ചില കാറ്റഗറിയിലുള്ള സ്ത്രീകളും താങ്കൾക്ക് ദാമ്പത്യ ബന്ധത്തിന് അനുവാദമുള്ളവരാണ്, അവര് താങ്കൾക്ക് ഹലാലാണ് എന്ന വിധത്തില് അള്ളാഹു ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലികൈല യകൂന അലൈക ഹറജുൻ, താങ്കൾക്കൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതില് ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ പറയാം, സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ ആ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇതില് ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആയത്തിന്റെ പശ്ചാത്തലമാണ് അവതരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരേ സമയം 4-ൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല എന്നത് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിശ്വാസികൾ പിന്തുടർന്നു വരുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ അള്ളാഹുവിന്റെ തന്നെ ഇടപെടലും നിർദ്ദേശവും ഒക്കെ ഉള്ള വിധത്തിൽ 5-മതൊരു പത്നിയെ സ്വീകരിച്ചിരിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ സെയ്ദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപെട്ടതോടെ
അവരെ പത്നിയായി സ്വീകരിക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തതായിട്ട് ഈ സൂറത്തിൽ തന്നെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതാണ് പശ്ചാത്തലം. അപ്പോ ഇത് സംബന്ധമായി മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ചില ചർച്ചകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് മുനാഫിക്കുകളും യഹൂദരും അതുപോലെ സത്യനിഷേധികളും ഒക്കെ ഇതൊരു വലിയ വിഷയമാക്കുന്ന പശ്ചാത്തലം ഉണ്ട് താനും. അപ്പൊ ആ വിഷയങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ആയത്ത് ഇറങ്ങുന്ന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സൂചിപ്പിച്ചു 5 പത്നിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സൗദ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഹിജ്റ നടക്കുന്നതിന്റെ 3 വർഷം മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ റളിയല്ലാഹു അൻഹയെ പത്നിയായിട്ട് സ്വീകരിക്കുന്നത്. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ്. 4 വർഷക്കാലം ഈ സൗദ റളിയല്ലാഹു അൻഹ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി ഉണ്ടായിരുന്ന ഏക സ്ത്രീ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഒരേ ഒരു പത്നിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇവര് വളരെ പ്രായം കൂടിയ ഒരു സ്ത്രീയുമായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഒരു വൃദ്ധ തന്നെയായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യുന്നത് ഹിജ്റയുടെ 1 വർഷം മുമ്പാണ്. എന്നാൽ അവരുമായുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് ഹിജ്റയ്ക്ക് ശേഷം 1 വർഷം പിന്നിട്ടിട്ടാണ് എന്നാണ് ആശ്രയിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹിജ്റയ്ക്ക് മുമ്പ് തന്നെ നിക്കാഹ് നടന്നിരുന്നെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്നത് ഹിജ്റ കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമാണ്. അതാണ് രണ്ടാമത്തെ പത്നി. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു എന്നത് ഞാൻ സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ പത്നിയാണ്. അവര് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് ഹിജ്റ 3-ാം വർഷത്തില് ശഅബാൻ മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് എത്തി 3 വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത്. 4-ാമത്തെ വിവാഹം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുന്നത് ഹിജ്റ 4-ാം വർഷത്തിലാണ്. അവര് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. അബൂ സലമയുടെ പത്നിയായിരുന്നു. അവരുടെ ആ വൈദവ്യാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് മദീനയിലേക്ക് എത്തിയപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സംഘം പിന്നീട് ഒരു ഘട്ടത്തിൽ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ഇസ്ലാമിക സമൂഹം മദീനയിൽ വേരൂന്നൽ ഉണ്ടായപ്പോൾ അവര് എത്യോപ്യയിൽ നിന്നും മടങ്ങുകയാണ്. ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അവരുടെ ആ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്ന ഒരു സംഭവം. അതിനെ തുടർന്ന് ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായിട്ട് സ്വീകരിക്കുകയാണ്. അത് ഹിജ്റ മദീനയിലേക്കുള്ള പലായനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ട ഘട്ടത്തിലാണ്. പിന്നെ 5-ാമത്തെ വർഷത്തിലാണ് സൂറത്തുൽ അഹ്സാബ് വിശദമായി പരാമർശിക്കുന്ന സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം. അപ്പൊ ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ ഈ 5 പത്നിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഈ 5 പേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ നൽകിക്കൊണ്ട് തന്നെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. മഹർ എന്നതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന പദം അജ്ർ എന്നതും അതിന്റെ ബഹുവചനമായ ഉജൂർ എന്നതുമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, റിവാർഡ് എന്നാണ് അതിന് ലിറ്ററൽ ആയിട്ട് പറയാവുന്ന ഒരു അർത്ഥം. അപ്പൊ അത് ഒരു മലയാളത്തിൽ വേണമെങ്കിൽ വിവാഹ മൂല്യം എന്നോ വിവാഹ സമ്മാനം എന്നൊക്കെ പറയാം. അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ്.
പലപ്പോഴും നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ തെറ്റായിട്ട് ഈ സ്വർണ്ണാഭരണത്തിന് പകരമായി വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ശീലിച്ചു വന്ന ഒരു രീതിയുണ്ട്. ഭാഷാപരമായിട്ട് അതൊരു കൃത്യതയില്ലാത്തതും ഒരുപക്ഷെ സ്ത്രീകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും ഒക്കെയാണ് ആ പ്രയോഗം. യഥാർത്ഥത്തില് അതൊരു കച്ചവട ഇടപാടല്ല. അറബി ഭാഷയിൽ അങ്ങനെ ഒരു ഉദ്ദേശവും അതിന് ഒരു അർത്ഥതലവും അതിന് ഇല്ല എന്നതാണ് വസ്തുത. അത് സ്ത്രീക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു റിവാർഡാണ്. അവർക്കൊരു റിവാർഡ് കൊടുത്തുകൊണ്ട് വേണം വിവാഹത്തിലേക്ക് കൊണ്ടുവരാൻ. അത് വിവാഹത്തിനുള്ള നിബന്ധനയായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിന് ഇന്ന ഒരു സ്വർണ്ണാഭരണത്തിന് പകരമായി ഞാൻ നൽകുന്നു, വിവാഹം ചെയ്ത് നൽകുന്നു എന്ന് വാപ്പ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മെഹർ വാപ്പാക്ക് കൊടുക്കുന്നതല്ല, ഈ വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീക്കാണ് മെഹർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വാപ്പ മകളെ ഭാര്യയാവാൻ വേണ്ടി ഒരാൾക്ക് കാശ് വാങ്ങി വിറ്റു എന്നുള്ള ഒരു സൂചന അതിനില്ല. അത് തെറ്റായൊരു വായനയാണ്. അറബി ഭാഷയിലെ ചില പ്രിപ്പോസിഷൻസ്, ഹെറഫ് എന്ന് പറയും, ഈ ഹുറൂഫുകള് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഭാഷാപരമായ ഇംപ്ലിക്കേഷൻസ് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അക്ഷരവിവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിഴവാണത്. കാലങ്ങളായിട്ട് പലരും അത് ഇങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ട്, ഇതിന് പകരമായി എന്ന് പറയുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. ഒരു എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണാഭരണമോ എന്താണെന്ന് വെച്ചാൽ അത് മെഹറായി നിശ്ചയിച്ചുകൊണ്ട്, വിവാഹ മൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് വിവാഹം ചെയ്തു തരുന്നു, അല്ലെങ്കിൽ ആ സ്വർണ്ണ ആഭരണം മെഹറായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിവാഹം ചെയ്തു തരുന്നു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായി ഒരു മാന്യമായ രീതിയിലെ കാര്യം പറയുന്ന ഒരു രീതി. അതാണ് വേണ്ടത്. മറിച്ച് ഈ മെഹർ പരാമർശിക്കാതിരിക്കുന്നതും ശരിയല്ല. കാരണം മെഹർ വിവാഹത്തിന്റെ വളരെ ഇൻവയലബിൾ ആയിട്ടുള്ള ഒരു നിബന്ധനയാണ്. അത് ലംഘിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ മകളെ വിവാഹം ചെയ്തു തരുന്നു എന്ന് മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്താൻ പാടില്ല. യഥാർത്ഥത്തില് മെഹർ എന്ന് പരാമർശിക്കുക തന്നെയാണ് വേണ്ടത്. പരാമർശിക്കാത്തതുകൊണ്ട് വിവാഹം ഹലാലാവാതിരിക്കൊന്നുമില്ല. കൊടുത്താൽ മതി, മെഹർ കൊടുത്താൽ മതി. അത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അറിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ അത് പറയുന്നതാണ് അതിന്റെ ശരിയായ രീതി എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം അല്ലാഹുവിടെ പറയുന്നതില്, ഈ ആയത്തില് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ സാധാരണ സത്യവിശ്വാസികൾക്ക് നിശ്ചയിച്ചിരുന്ന പരിധി 4 പത്നിമാരെന്നുള്ള ആ പരിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് അങ്ങനെ ഒരു പരിധി അള്ളാഹു വെച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആ പരിധിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഒഴിവാക്കാവോ എന്നൊരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 പത്നിമാര് വരെ മാത്രമാണ് സ്വീകരിക്കാൻ പാടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന പരിധി വെച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തിൽ മറ്റൊരു നിയമം പഠിപ്പിക്കാനുള്ള അധികാരം തീർച്ചയായിട്ടും ഉണ്ട്. നിയമം നിർമ്മിക്കുന്നത്, പാലിക്കപ്പെടേണ്ട നിയമമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന് ആദ്യത്തെ പറഞ്ഞ 4 എന്ന പരിധി വെച്ച അതേ വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തില് മറ്റൊരു നിയമം പഠിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അതിനുള്ള അധികാരം അള്ളാഹുവിനുണ്ട് എന്നതാണ് അതിനുള്ള ഉത്തരം. ഇനി അത് വേണോ വേണ്ടെന്ന് പോലെയുള്ള വിഷയങ്ങളല്ലേ, അതിലേക്ക് നമുക്ക് വരാം. കാഫിറുകളെയും മുനാഫിക്കുകളെയും തൃപ്തിപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ മറുപടി എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. കാരണം അവരെ തൃപ്തിപ്പെടുത്തുക ഈ വിഷയത്തിൽ സാധ്യമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം തന്നെ അള്ളാഹുവിലും അതുപോലെ അന്ത്യനാളിലും പ്രവാചകനിലൊന്നും വിശ്വാസമില്ല. അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും അവന്റെ കിതാബുകളിലും അതുപോലെ ആഖിറത്തിലും ഒക്കെ വിശ്വാസമുള്ള ആളുകൾക്കാണ് അള്ളാഹു ഈ മറുപടി നൽകുന്നത്. കാഫിറുകളുടെയും മുനാഫിക്കുകളുടെയും കാര്യത്തിൽ അവരാദ്യം അള്ളാഹു യാഥാർത്ഥ്യമാണോ, പ്രവാചകൻ എന്നത് യാഥാർത്ഥ്യമാണോ, പരലോക ജീവിതം എന്നത് സത്യമാണോ എന്നതൊക്കെ ഒരു തീരുമാനം എടുത്തു വരുമ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ കൂടി വിശദീകരണം അള്ളാഹു നൽകിയത് തന്നെ മതിയാകും. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വിശദീകരണം ഇവിടെ നൽകുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുള്ള ആശയക്കുഴപ്പം അകറ്റുന്നതിന് വേണ്ടിയാണ് ഈ മറുപടി. അപ്പോ ഖുർആൻ ആയത്തുകള്
അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നത് തികഞ്ഞ ബോധ്യമുള്ള ആളുകളാണല്ലോ സത്യവിശ്വാസികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആശയക്കുഴപ്പം നീങ്ങാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തൻസീല് മതി. ഒരു വഹിയിലൂടെയുള്ള ഖുർആന്റെ ആയത്തുകളുടെ ഭാഗമായി കൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തല് ഇത് സംബന്ധമായി ഉണ്ടായാൽ തന്നെ അവരുടെ മനസ്സിലെ അസ്വസ്ഥത പൂർണ്ണമായിട്ടും നീങ്ങും. അള്ളാഹു അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്നറിഞ്ഞാൽ പിന്നെ ആർക്കാണ് അതിൽ വിരോധമുള്ളത്? ആർക്കാണ് അതിൽ എതിർപ്പുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു വെച്ചിട്ടുള്ള വ്യവസ്ഥ മറ്റൊന്നാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണല്ലോ ഇവിടെ. അതോടുകൂടി അവർക്ക് അത് സ്വീകാര്യമാണ്. സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും കാര്യത്തില് അള്ളാഹു ഇങ്ങനെ ഒരു വിശദീകരണമോ മറുപടിയോ നൽകുകയല്ല. അവരാദ്യം ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനങ്ങളിൽ നിലപാട് വ്യക്തമായി ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ വ്യക്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സ്വന്തം നിലക്ക് അള്ളാഹു നിർണയിച്ച ഒരു കാര്യമല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്ര പത്നിമാർ വേണം എന്നത് നബി ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഒരു തീരുമാനം എടുത്തതോ ഒന്നുമല്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഡിസിഷനാണ് ഇക്കാര്യത്തിൽ. അപ്പോ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് 5 പത്നിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഘട്ടത്തിലുള്ളത് കൂടാതെ വേറെ ചില സ്ത്രീകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ പറ്റുമോ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാകാം. അതിനുള്ള ഉത്തരം, ഈ 5 പത്നിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യം പങ്കിടുന്നവരായിട്ട് അനുവാദം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അതേ അള്ളാഹു തന്നെയാണ് ഈ വേറെ ചില കാറ്റഗറീസിലുള്ള സ്ത്രീകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യം പങ്കിടുന്നവരായിട്ട് അതിന് അനുവാദമുള്ളവരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് കാര്യത്തിലും നിയമനിർമ്മാണം അള്ളാഹുവിൻ്റെത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ഈ വഹിയിലൂടെയുള്ള വെളിപ്പാട് വിശുദ്ധ ഖുർആന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നത് മാത്രമേ ബോധ്യപ്പെടേണ്ടതുള്ളൂ. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധമായിട്ട് യാതൊരു ആശങ്കയും നിലനിൽക്കുന്നില്ല. അപ്പോ വേറെ ചില സ്ത്രീകളെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അത് 3 കാറ്റഗറി ആയിട്ട് ഇവിടെ വേറെ തന്നെ പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനത്തിൽ വരുന്ന, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ അടിമ സ്ത്രീകൾ എന്നൊക്കെ പറയുന്ന വിഭാഗം. ഖുർആൻ അങ്ങനെ ആ പദമല്ല പ്രയോഗിക്കുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. മാ മലക്കത്ത് ഐമാനുക്കും എന്ന നിലക്ക് ആണ്. വലത് കൈ ഉടമപ്പെടുത്തി അല്ലെങ്കിൽ യമീനുക്ക എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നതാണ്. താങ്കളുടെ വലത് കൈ എന്നാണ്. താങ്കളുടെ വലത് കൈയിൽ ഏൽപ്പിക്കപ്പെട്ട സ്ത്രീകൾ, അവരുടെ കൂട്ടത്തില് താങ്കൾക്ക് ആരെയെങ്കിലും ദാമ്പത്യത്തിലേക്ക് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരെ സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് ഇവിടെ അള്ളാഹു അനുവാദമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനത്തിൽ വന്ന ഈ വലത് കൈ ഉടമപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്ത്രീ, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ വലത് കൈ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിമ സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് ലോകത്ത് നിലവിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളുടെയും ശീലങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ചിത്രമേ അല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ വലത് കൈയിൽ ഉടമപ്പെടുത്തപ്പെട്ട സ്ത്രീ എന്ന ഒരു പദവിക്ക് ഉണ്ടായിരുന്നത്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഇസ്ലാം വിശ്വാസികളുടെ കാര്യത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ സ്റ്റേറ്റസ് എന്താണ്. ഈ വലത് കൈ, നിങ്ങളുടെ വലത് കൈ, അപ്പുറത്തുള്ള വലത് കൈ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് ആ ചുമതല നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് ഒരു പ്രിവിലേജ് എന്നുള്ളതിനേക്കാൾ എത്രയോ ഏറെയായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്കൊരു പ്രത്യേകമായ സൗകര്യവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ട് അള്ളാഹുവിന്റെ ദീനില് അത് അള്ളാഹു നമ്മുടെ വലത് കൈയിൽ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ വലത് കൈയിൽ ഉടമപ്പെടുത്തപ്പെട്ടവർ എന്ന് തന്നെ പറയുന്നതാണ്
അതിലേറ്റവും മാന്യമായ ഏറ്റവും ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ അങ്ങനെ എത്തുകയുണ്ടായ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു. ബനൂ ഖുറൈള ഗോത്രവുമായി ഉണ്ടായ ആ ഉപരോധവും നടപടികളും ഒക്കെ അതിനെ തുടർന്ന് പിടികൂടപ്പെട്ട റൈഹാന റളിയല്ലാഹു അൻഹ, അതുപോലെ ബനുൽ മുസ്തലിഖുകാരുമായുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹ, അതുപോലെ ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹ, 3 യഹൂദ ഗോത്രങ്ങളിൽ നിന്നായി അവരുടെ നേരെ ഉണ്ടായ സൈനിക നടപടിയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിലെത്തിയ സ്ത്രീകളാണ് ഇവര് ഈ 3 പേര്. അതുപോലെ ഈജിപ്റ്റ് ഭരണാധികാരിയായിരുന്ന മുഖൗഖിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് ഒരു വൃത്തിയെ കൊടുത്തയക്കുന്നുണ്ട്. കോപ്റ്റിക് വംശത്തിൽപ്പെട്ട മാരിയ എന്ന പേരുണ്ടായിരുന്ന ഒരു യുവതിയാണ് ഈ ഈജിപ്ഷ്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായിട്ട് കൊടുത്തയക്കുകയുണ്ടായത്. ഇത് പഴയ കാലത്ത് ഇങ്ങനെയുള്ള രീതികൾ നിലനിന്നിരുന്നു എന്നതാണ് ഒരു വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയ സെൻസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസിയായിട്ട് എത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ 3 പേരുടെ ഈ 4 പേരില് 3 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യഹൂദ ഗോത്രത്തിലെ അവരിൽ നിന്ന് യുദ്ധത്തടവുകാരികളായി പിടിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമതലയിൽ വന്ന ഈ ആദ്യം പരാമർശിച്ച 3 പേര്, ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ സ്വതന്ത്രരാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അവരെ സ്വതന്ത്രരാക്കി അതിനെ തുടർന്ന് അവരുടെ താല്പര്യവും സമ്മതവും ആരാഞ്ഞിട്ട് അവരെ വിവാഹബന്ധത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിമകളാക്കി അവരുമായി ദാമ്പത്യം പങ്കിടുകയായിരുന്നില്ല. മറിച്ച് അവരെ നമ്പർ 1 അവരെ പൊളിറ്റിക്കലായിട്ട് അവർക്ക് ഫ്രീഡം നൽകി. എന്നിട്ട് അതിനെ തുടർന്ന് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ വിവാഹബന്ധത്തിലേക്ക് സ്വീകരിച്ചു എന്നതാണ് ഈ 3 ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകത. അതുപോലെ 4ാമത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ എന്ന യുവതിയെ ഈജിപ്ഷ്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസിയായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി കൊടുത്തയച്ച ഒരു സമ്മാനമായിട്ടാണ് നബിയുടെ അടുക്കൽ അത് എത്തുന്നത്, ആ യുവതി എത്തുന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃത്തിയായി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യ ജീവിതം പങ്കിടുകയുണ്ടായത് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ സ്വതന്ത്രയാക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് ഒരു സ്വതന്ത്രയാക്കപ്പെട്ട സ്ത്രീ എന്ന നിലക്ക് അവരെ വിവാഹം ചെയ്യുകയല്ല. അവരെ അള്ളാഹു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹലാലാക്കിയ ഒരു ബന്ധം എന്ന നിലക്ക് അവരുമായി ദാമ്പത്യമുണ്ടായിരുന്നു എന്നതാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇനി 2ാമത്തെ കാറ്റഗറി ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പലായനം ചെയ്ത അദ്ദേഹത്തിന്റെ കസിൻസിന്റെ കാര്യത്തിലാണ്. അത് പാറ്റേണൽ കസിൻസും മെറ്റേണൽ കസിൻസും ഉണ്ട്. പിതാവിന്റെ വഴിയുള്ള കസിൻസിന്റെ കാര്യത്തിലും അതുപോലെ മാതാവ് വഴിയുള്ള കസിൻസിന്റെ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരന്മാരുടെ പുത്രിമാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ ദാമ്പത്യത്തിൽ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു അനുമതിയാണല്ലോ നൽകിയിട്ടുള്ളത്. അപ്പോ ഇവര് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം പലായനം ചെയ്തവരല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് പലായനം ചെയ്ത് മദീനയിലെത്തിയ ആളുകളുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഈ വിഭാഗത്തിൽ പെടുന്ന ഒരേ ഒരു സ്ത്രീയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായിട്ട് സ്വീകരിക്കുകയുണ്ടായത്. ഹിജ്റ 7ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കുടുംബപരമായി ബന്ധമുള്ള ഈ വിധത്തില് വളരെ അടുത്ത ബന്ധമുള്ള കസിൻ ആയിരുന്ന ഒരു സ്ത്രീയാണ്. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായിട്ട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇളവ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ
വിവാഹം ചെയ്യാൻ ഈ അള്ളാഹു അനുവദിച്ച എണ്ണത്തിന് അതീതമായിട്ട് ഇങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നത് വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ കസിൻസ് വിവാഹം ചെയ്യാവുന്ന ഒരു ബന്ധവുമാണ്. വിശ്വാസികൾക്ക് അവരുടെ പിതൃ സഹോദരി സഹോദരന്മാരുടെ പുത്രിമാരെയോ മാതൃ സഹോദരി സഹോദരന്മാരുടെ പുത്രിമാരെയോ ഒക്കെ വിവാഹം ചെയ്യാം. വിവാഹം ചെയ്യാൻ പറ്റുന്ന അനുവദനീയമായ ഒരു ബന്ധമാണത് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ക്രിസ്തു മതത്തിലും അതുപോലെ യഹൂദ മതത്തിലൊക്കെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണുള്ളത്. അവർ ഇന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന അവരുടെ കർമ്മശാസ്ത്ര രീതികൾ അനുസരിച്ച് 7 തലമുറ വരെ വംശബന്ധത്തിലുള്ളവരെ വിവാഹം ചെയ്യുന്നതിന് ക്രിസ്തു മതത്തിൽ വിലക്കുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ യഹൂദ മതത്തില് മറിച്ച് സഹോദരി പുത്രിയെ വരെ വിവാഹം ചെയ്യാവുന്നതാണ് എന്ന വിധത്തിലുള്ള ഒരു പ്രാക്ടീസാണ് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കുക. ഇത് അള്ളാഹു നിർദ്ദേശിച്ചതോ അള്ളാഹു പഠിപ്പിച്ചതോ ആയ നിയമങ്ങളാണോ എന്നത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. യഹൂദ മതത്തിലും ക്രൈസ്തവ മതത്തിലും ഒരുപക്ഷെ പിന്നീടുള്ള പൗരോഹിത്യത്തിന്റെ ഇടപെടൽ ഒക്കെ ആയിട്ട് വന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ആ കാര്യത്തിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അപ്പൊ ഇതില് ഈ വിഭാഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ളത് ഒരേ ഒരു സ്ത്രീയെയാണ്. അത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം സമർപ്പിക്കുന്നവരായിട്ട് വന്ന വിശ്വാസികളാണ്. അവരുടെ കാര്യത്തില് വിവാഹമൂല്യം നൽകാതെ തന്നെ അവരെ പത്നിമാരായി സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം നൽകപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കാര്യം പറയുന്നത്. അപ്പോ ഹിജ്റ 7-ാം വർഷം ശവ്വാൽ മാസത്തില് മൈമൂന റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്, പത്നിയായി സ്വീകരിക്കുന്നത് ഈ നിലക്കാണ്. മൈമൂന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സ്വയം സമർപ്പിക്കുന്നു എന്ന് വന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഈ കാര്യത്തില് മഹർ നൽകാതെ തന്നെ പത്നിയായിട്ട് സ്വീകരിക്കാവുന്ന ഒരു ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ നൽകാതെ അവരുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാകുവാൻ ഇഷ്ടപ്പെട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മഹർ നൽകി കൊണ്ട് തന്നെയാണ് ഇണയായി സ്വീകരിക്കുകയുണ്ടായത് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പോ അതുകൊണ്ടാണ് ഈ സ്വയം സമർപ്പിക്കുന്ന വിഭാഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും വിവാഹം ചെയ്തിട്ടില്ല എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാര് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വിവാഹത്തിന്റെ ആലോചനയും തുടക്കമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് മഹർ നൽകിക്കൊണ്ട് തന്നെയാണ് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് വേറൊരു കാറ്റഗറി ആയിട്ട് കാണേണ്ടതില്ല എന്ന ഒരു കാര്യം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ഈ വിധത്തില് സ്വയം സമർപ്പിക്കുന്ന സ്ത്രീകളെ പത്നിമാരായി സ്വീകരിക്കുക മഹർ നൽകാതെ എന്ന ഒരു ഇളവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടില്ല. സത്യവിശ്വാസികള് ഒരു സ്ത്രീയെ വിവാഹബന്ധത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ തൃപ്തി കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മഹർ അവർക്ക് നൽകേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥ. അതുപോലെ 4-ലധികം ഒരു അഞ്ചാമതൊരാളായിട്ട് അങ്ങനെ സ്വീകരിക്കുക എന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുവാദമുള്ള കാര്യമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ ഒരു നിയമം, വിശ്വാസികൾക്ക് മറ്റൊരു നിയമം എന്ന വിധത്തിലാവുന്നത് എന്തുകൊണ്ട്, അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവരോട് പൊതുവായിട്ട് പറയാനിരിക്കുന്ന ഒരു കാര്യം, പറയേണ്ടതായ ഒരു കാര്യം, ഈ വിഷയത്തിൽ മാത്രമല്ല ഒട്ടേറെ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ തന്നെ നിയമമാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒട്ടേറെ വിഷയങ്ങളിൽ സത്യവിശ്വാസികൾക്ക് ബാധകമല്ലാത്ത നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തഹജ്ജുദ് നമസ്കാരം, രാത്രിയിലെ ഇശാ നമസ്കാരം
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഫർളാണ് എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ സക്കാത്ത് സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു വിധത്തിലും അനുവാദമില്ല. സക്കാത്തിന്റെ വിഹിതം സ്വന്തം ആവശ്യത്തിന്, സക്കാത്ത് മറ്റുള്ളവരിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനായിട്ട് സ്വീകരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഷിദ്ധമാണ്. അതേ സമയത്ത് അത് നബിക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും അത് നിഷിദ്ധമാണ്. അഹ്ലുൽ ബൈത്തിന് അത് നിഷിദ്ധമാണ്. എന്നാൽ ഇത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമല്ല. അർഹതയുള്ളവർക്ക് സക്കാത്ത് സ്വീകരിക്കാവുന്നതാണ്. അത് വേറെ തന്നെ വിശ്വാസികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാര്യത്തിൽ വ്യത്യസ്തമായ നിയമങ്ങളാണ് സംബന്ധമായിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് പിന്മുറക്കാർക്ക് വിഹിതം വെച്ചെടുക്കുക എന്നുള്ള ഒരു സംഗതിയും ഇസ്ലാം അനുവദിക്കുന്നില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. എന്നാൽ വിശ്വാസികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു സത്യവിശ്വാസി മരിച്ചാൽ അവര് വിട്ടേച്ചു പോയിട്ടുള്ള സമ്പത്ത്, ധനം ഒക്കെ തന്നെ അവരുടെ അവകാശികൾ വിഹിതം വെച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനുള്ള നിർദ്ദേശങ്ങൾ സൂറത്തുൻ നിസായിൽ വിശദമായി നൽകിയത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല വിലപിടിപ്പുള്ള സംഗതിയും ഉപേക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ അത് വിഹിതം വെച്ചെടുക്കാൻ പറ്റുകയില്ല. അത് ബൈത്തുൽ മാലില്, ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഖജനാവിലാണ് അത് ഇടം കണ്ടെത്തുക. ഇതാണ് മറ്റൊരു വ്യത്യസ്തമായ നിയമം. അതുപോലെ പത്നിമാർക്കിടയിൽ നീതി പാലിക്കുക എന്നത്, തുല്യമായ പരിഗണന എല്ലാ കാര്യത്തിലും ഉണ്ടാവുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഫർളാക്കിയിട്ടുള്ള കാര്യമാണ്, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ നിർബന്ധത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പാലിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായിരുന്നില്ല എന്നത് ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അള്ളാഹു അത് ഫർളാക്കി വെച്ചിട്ടില്ല എന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ വിധവകളായവർ, അവര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിട്ടാണ് അവരുടെ സ്റ്റേറ്റസ്. അവർക്ക് പുനർവിവാഹം പാടില്ല. സത്യവിശ്വാസികള് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാര്, അവരുടെ വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പത്നിമാർക്ക് പുനർവിവാഹം അള്ളാഹു അനുവദിച്ചിട്ടില്ല. അപ്പൊ ഈ വക കാര്യങ്ങൾ, അതുപോലെ മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു വിഷയം, യഹൂദ ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിലക്കുണ്ടായിരുന്നു എന്ന വിധത്തിലാണ്. 3 സ്ത്രീകള് യഹൂദ വിഭാഗത്തിൽ പെട്ടത് അവര് സ്വതന്ത്രരാക്കപ്പെട്ടതിനെ തുടർന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തിട്ടുള്ളത് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പോ അവര് യഹൂദരും ക്രൈസ്തവരുമായി തന്നെ നിലനിൽക്കുന്ന അവസ്ഥയിൽ അവരെ വിവാഹം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയമായിരുന്നില്ല എന്ന് ഖുർആനിലോ സുന്നത്തിലോ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നില്ല. പക്ഷെ മുഫസ്സിറുകൾ അങ്ങനെ ഒരു സംഗതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് എന്നതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ സ്വീകരിക്കുന്ന എണ്ണത്തിലും അതുപോലെ അതിന്റെ വിശദാംശങ്ങളിലും മാത്രം വിശ്വാസികൾക്കുള്ള നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്തമായ നിയമനിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ചില വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ സെഷനിൽ ഞാൻ അത് നിർവഹിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.